ഹായ് മക്കളെ, ഈ അക്കാഡമിക് ഇയർ വളരെ മനോഹരമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓരോ സബ്ജക്റ്റിലും നമ്മൾ ഒന്നോ അതിലധികമോ ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ കോൺസെപ്റ്റുകൾ വളരെ അടിപൊളിയായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓരോ സബ്ജക്റ്റിലും നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് കാണും. ഫിസിക്സിലെ കേസ് പറയുമ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമിന് മാർക്ക് നേടുക എന്നത് ന്യൂമറിക്കൽസ് കൂടി സോൾവ് ചെയ്താൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസിനെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയുക? അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ഈ കാര്യം വളരെ ഈസിയായി ചെയ്യാം, എങ്ങനെ ന്യൂമറിക്കൽസിനെ ക്രാക്ക് ചെയ്യാം, ഇതിനുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനെ നമുക്ക് പൊതുവേ ഈസി, മീഡിയം, ഹാർഡ് എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം. ഈ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസിനെ ഒരു പക്ഷേ ടഫാക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അത്യാവശ്യം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഓരോ സെക്ഷനിലെയും ഈസി ആയതും മീഡിയം ടൈപ്പുള്ളതും ഹാർഡായിട്ടുമായ ക്വസ്റ്റ്യൻ സ്പെഷ്യലായി നിങ്ങൾക്ക് പിക്ക് ചെയ്ത് തന്നാലും ഇതാണ് സൈലത്തിൻ്റെ പുതിയ പ്രോഗ്രാം ഈസി, മീഡിയം, ഹാർഡ്. ഈ സെക്ഷൻ നമ്മൾ ഓരോ ചാപ്റ്ററിലെയും ഓരോ കോൺസെപ്റ്റിലെയും സ്പെസിഫിക് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ്, ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, മീഡിയം ക്വസ്റ്റ്യൻ, ഹാർഡ് ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ടെക്നിക്കിലൂടെ നമുക്ക് എല്ലാവർക്കും എല്ലാ ടൈപ്പ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഉറപ്പായും സോൾവ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ഈസി, മീഡിയം, ഹാർഡ് സീരീസ് അഥവാ EMH സീരീസിലെ ആദ്യത്തെ വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണണം. നിങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന കോൺസെപ്റ്റ് ഏതാണ്? ആ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതിലെ വീഡിയോ നമുക്ക് ഉറപ്പായും ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോയിൽ കാണാം. അതുവരെ സീ യു.